Welcome to GMW Effect YouTube channel. Questions. Which of the following sentence are proposition? What are the truth value of those that are proposition? എന്നാണ് ക്വസ്റ്റ്യൻ. മൂന്ന് ABCDEFG ഇങ്ങനെ സബ് ഡിവിഷൻസ് ഉണ്ട്. ഓരോന്നും പ്രൊപ്പോസിഷൻ ആണോ അല്ലയോ എന്നാണ് നമ്മളോട് ചോദിച്ചിരിക്കുന്നത്. എന്താണ് പ്രൊപ്പോസിഷൻ? പ്രൊപ്പോസിഷൻ ആണോ എന്നും പ്രൊപ്പോസിഷൻ ആണെങ്കിൽ അതിന്റെ ട്രൂത്ത് വാല്യൂ എന്താണെന്നുമാണ് ചോദിച്ചിരിക്കുന്നത്. പ്രൊപ്പോസിഷൻ എന്താണ്, ട്രൂത്ത് വാല്യൂ എന്താണ് എന്നുള്ള കാര്യം കഴിഞ്ഞ വീഡിയോയിൽ നമ്മൾ പറഞ്ഞിരുന്നു. അപ്പോൾ ആ വീഡിയോയുടെ ലിങ്ക് ഡിസ്ക്രിപ്ഷനിൽ ഇട്ടേക്കാം. അപ്പൊ അത് നോക്കി എന്താണ് പ്രൊപ്പോസിഷൻ അല്ലെങ്കിൽ എന്താണ് ട്രൂത്ത് വാല്യൂ എന്ന് മനസ്സിലാക്കാം. ഇവിടുത്തെ ക്വസ്റ്റ്യൻ, ഇവിടെ ഫസ്റ്റ് സബ് ഡിവിഷൻ പറയുന്നത് എർത്ത് ഈസ് ഫ്ലാറ്റ് അല്ലെ, എർത്ത് ഈസ് ഫ്ലാറ്റ്. അതൊരു സ്പഷ്ടമായ ഒരു കാര്യമാണ് പറയുക. ഭൂമി പരന്നതാണ് എന്നാണ് പറഞ്ഞിരിക്കുന്നത്. അതിന്റെ ട്രൂത്ത് വാല്യൂ എന്താ? അപ്പൊ നോക്കാം, ഭൂമി പരന്നതാണ്. അപ്പൊ നമുക്കറിയാം അത് ശരിയാണോ തെറ്റാണോ എന്ന് നമുക്ക് പ്രെഡിക്റ്റ് ചെയ്യാൻ പറ്റും അല്ലെ. അതായത് അപ്പൊ അതുകൊണ്ട് എർത്ത് ഈസ് ഫ്ലാറ്റ് എന്ന് പറയുന്നത് ഒരു പ്രൊപ്പോസിഷൻ ആണ്. അതേസമയം അത് എന്തല്ല, ഒരു ട്രൂ ആയ സ്റ്റേറ്റ്മെന്റ് അല്ല, പകരം അത് ഫോൾസ് ആണ്. അതിന്റെ ട്രൂത്ത് വാല്യൂ എന്ന് പറയുന്ന എഫ് ആണ്. എന്താണ്? ഫോൾസ് ആണ് അത് അല്ലെ. പ്രൊപ്പോസിഷൻ ആണ്. എർത്ത് ഈസ് ഫ്ലാറ്റ് എന്നത് പ്രൊപ്പോസിഷൻ ആണ്. അതേസമയം അതിന്റെ ട്രൂത്ത് വാല്യൂ എന്ന് പറയുന്നത് ഫോൾസ് ആണ്. നെക്സ്റ്റ് വൺ, വാട്ട് എ ബ്യൂട്ടിഫുൾ ഡേ. നമുക്കറിയാം ഇതൊരു ഡിക്ലറേറ്റീവ് സെന്റൻസ് അല്ല, ഇതൊരു പ്രൊപ്പോസിഷൻ അല്ല. അപ്പൊ അതുകൊണ്ട് ഇതിന് ട്രൂത്ത് വാല്യൂ പറയേണ്ട കാര്യമില്ല. സെക്കൻഡ് വൺ എന്തല്ല, നോട്ട് എ പ്രൊപ്പോസിഷൻ. നോട്ട് എ പ്രൊപ്പോസിഷൻ. നമുക്കറിയാം സെക്കൻഡ് വൺ പ്രൊപ്പോസിഷൻ അല്ല. തേർഡ് വൺ, അതായത് സി നോക്കാം. 2 ഈസ് പ്രൈം നമ്പർ. 2 ഈസ് പ്രൈം നമ്പർ. നോക്കാം, 2 ഒരു പ്രൈം നമ്പർ ആണ് എന്നാണ് പറഞ്ഞിരിക്കുന്നത്. നമുക്കറിയാം 2 എന്ന് പറയുന്നത് പ്രൈം നമ്പർ ആണ്. ഏറ്റവും ചെറിയ പ്രൈം നമ്പർ ആണ് 2 എന്ന് നമുക്കറിയാം. അതുകൊണ്ട് ഇതൊരു പ്രൊപ്പോസിഷൻ ആണ്. ഇത് സത്യമായ കാര്യമാണ്. അതുകൊണ്ട് ഇതിന്റെ ട്രൂത്ത് വാല്യൂ എന്ന് പറയുന്നത് ടി ആണ്. ഇതിന്റെ ട്രൂത്ത് വാല്യൂ ടി ആണ്. ട്രൂ ആണ്, സ്റ്റേറ്റ്മെന്റ് ട്രൂ ആണ്. അതുകൊണ്ട് ഇതിന്റെ ട്രൂത്ത് വാല്യൂ ടി ആണ്. അടുത്ത ഡി സബ് ഡിവിഷൻ നോക്കാം. ഡി എന്താണ്? എവരി ഓഡ് നമ്പർ ഈസ് പ്രൈം. എല്ലാ ഓഡ് നമ്പരും പ്രൈം നമ്പർ ആണെന്നാണ് പറയുക. നമുക്കറിയാം ഓഡ് നമ്പർ എന്ന് പറഞ്ഞാൽ അറിയാം അല്ലെ. എന്താണ്? 1, 3, 5, 7 ഈ ഫോമിൽ പോന്ന 1, 3, 5, 7, 9 ഇങ്ങനെ പോകുന്നതാണ് എന്താ ഓഡ് നമ്പർ എന്ന് പറയുന്നത്. അതേസമയം പ്രൈം നമ്പർ എന്ന് പറഞ്ഞാലോ ഫാക്ടേഴ്സ് ഇല്ലാത്ത ഒന്നും ആ നമ്പറും കൊണ്ട് മാത്രം ഡിവൈഡ് ചെയ്യാൻ പറ്റുന്നതിനെയാണ് നമ്മൾ പ്രൈം നമ്പർ എന്ന് പറയുന്നത്. ഇവിടെ നോക്കുക, എല്ലാ ഓഡ് നമ്പറും പ്രൈം നമ്പർ ആണ് എന്ന് പറഞ്ഞു. ഇതൊരു സ്റ്റേറ്റ്മെന്റ് ആണ്, ഇതൊരു ഡിക്ലറേറ്റീവ് സെന്റൻസ് ആണ്. ട്രൂ ഓ ഫോൾസോ എന്ന് നമുക്ക് പറയാൻ പറ്റും. അപ്പൊ ഇവിടെ നോക്കി ഓഡ് നമ്പർ ഒന്ന് ചെക്ക് ചെയ്യാം. 1ന് ഫാക്ടേഴ്സ് 1 മാത്രമേ ഉള്ളൂ. 3ക്ക് ഫാക്ടേഴ്സ് ആയിട്ട് 3 മാത്രമേ ഉള്ളൂ. 5ന് ഫാക്ടേഴ്സ് ആയിട്ട് 5 മാത്രമേ ഉള്ളൂ. 7ന് ഫാക്ടേഴ്സ് ആയിട്ട് 7 മാത്രമേ ഉള്ളൂ. അതേസമയം 9 ഒന്ന് നോക്കാം. 9ന് ഫാക്ടേഴ്സ് ആയിട്ട് ആരൊക്കെയുണ്ട്? 3 ഉണ്ട്, 1 ഉണ്ട്, 9 ഉണ്ട് അല്ലെ. 3, 1, 9 അല്ലെ. അപ്പൊ നമുക്കറിയാം ഇതിൽ നിന്ന് നമുക്ക് മനസ്സിലാകുന്ന കാര്യം എന്താണ്? എല്ലാ ഓഡ് നമ്പരും എന്തല്ല, പ്രൈം നമ്പർ അല്ല. അപ്പൊ ഈ സ്റ്റേറ്റ്മെന്റ് എന്ന് പറയുന്നത് തെറ്റായ ഒരു സ്റ്റേറ്റ്മെന്റ് ആണ്. അതായത് എവരി ഓഡ് നമ്പർ ഈസ് പ്രൈം എന്ന് പറയുമ്പോൾ ഇതൊരു പ്രൊപ്പോസിഷൻ ആണ്. ഇതൊരു പ്രൊപ്പോസിഷൻ ആണ് അല്ലെ. ഇതൊരു പ്രൊപ്പോസിഷൻ ആണ്. അതേസമയം ഇത് ഒരു ഫോൾസ് പ്രൊപ്പോസിഷൻ. ഇതിന്റെ ട്രൂത്ത് വാല്യൂ എന്ന് പറയുന്നത് എന്താണ്? ഫോൾസ് ആണ്. അതായത് നമുക്കറിയാം ഡി എന്ന് പറയുന്നത് എവരി ഓഡ് നമ്പർ ഈസ് പ്രൈം നമ്പർ എന്ന് പറയുന്ന ഒരു പ്രൊപ്പോസിഷൻ ആണ്. അതേസമയം അതിന്റെ ട്രൂത്ത് വാല്യൂ എന്ന് പറയുന്നത് എന്താണ്? എഫ് ആണ്. കാരണം എല്ലാ ഓഡ് നമ്പരും പ്രൈം നമ്പർ ആവത്തില്ല. അതിനൊരു എക്സാമ്പിൾ ആണ് 9 ഒരു ഓഡ് നമ്പർ ആണ്. അതേസമയം അത് പ്രൈം നമ്പർ അല്ല. ഇനി x+2 = 8. കഴിഞ്ഞ വീഡിയോയിൽ നമ്മൾ ഇതുപോലെ കണ്ടായിരുന്നു. x+2 = 8 എന്നല്ലേ. അപ്പൊ x+2 8 ആണെന്ന് പറഞ്ഞാൽ നമുക്കറിയാം ഇതൊരു പ്രൊപ്പോസിഷൻ ആണോ? നമുക്ക് എക്സിനെ ഡിപ്പെൻഡ് ചെയ്തായിരിക്കും അല്ലെ. ഇതിന് ട്രൂ ഓ ഫോൾസോ എന്ത് വേണമെങ്കിലും ആവാം. കാരണം എന്താ, x 1 ആകുമ്പം 1+2 = 8 വരും. അപ്പൊ അത് തെറ്റായ സ്റ്റേറ്റ്മെന്റ് ആണ്. 2 ഇട്ട് കൊടുത്താൽ 2+2 = 8. 2+2 എന്താണ്? 4 ആണ്. 4 8നോട് തുല്യമല്ല, അത് ഫോൾസ് ആണ്. 5 ഇട്ട് കൊടുത്താൽ 5+2 = 7 ആണ്. അതേസമയം 8നോട് തുല്യ എന്ന് പറഞ്ഞാൽ അത് തെറ്റാണ്. അതേസമയം ഇവിടെ എന്ത് വന്നാലാണ്? 6 വന്നാൽ 6+2 = 8 അല്ലെ. അപ്പൊ ഇതെന്ന് പറയുന്നത് എന്തായിരിക്കും? 6ന്റെ കേസ് x 6 ആകുന്ന കേസിൽ മാത്രം ഇത് ട്രൂ ആകും. ബാക്കിയുള്ള കേസിലൊക്കെ നമുക്ക് എന്ത് പറയാം. പിന്നെ നെഗറ്റീവ് നമ്പർ ആയിട്ടെല്ലാം -10
വന്നാലും വരും. അപ്പൊ ഇവിടെ നമുക്കറിയാം എക്സിന് വാല്യൂ ഇട്ട് കൊടുത്താൽ മാത്രമേ അത് ശരിയാ ട്രൂ ആണോ ഫോൾസ് ആണോ നമുക്ക് പറയാൻ പറ്റത്തുള്ളൂ. അതുകൊണ്ട് ഇത് പ്രൊപ്പോസിഷൻ അല്ല. അതുകൊണ്ട് തന്നെ നമുക്ക് എന്ത് പറയാം, ഇതിന് ട്രൂത്ത് വാല്യൂ ഇല്ല എന്ന് പറയാനായിട്ട് പറ്റും. അടുത്ത ആൻസർ ദിസ് ക്വസ്റ്റ്യൻ. ഇത് ഒരു ഡിക്ലറേറ്റീവ് സെന്റൻസ് അല്ല, ഇതൊരു പ്രൊപ്പോസിഷൻ അല്ല, ഇത് ക്വസ്റ്റ്യൻ ആണ്. അതുകൊണ്ട് നമുക്ക് എന്ത് പറയാൻ പറ്റത്തില്ല, ഇതൊരു പ്രൊപ്പോസിഷൻ അല്ല എന്ന് പറയാം അല്ലെ. എഫ് ഒരു പ്രൊപ്പോസിഷൻ അല്ല. പിന്നെ ന്യൂഡൽഹി ഈസ് ദ ക്യാപിറ്റൽ ഓഫ് കേരള. നമുക്കറിയാം കേരളത്തിന്റെ ക്യാപിറ്റൽ ന്യൂഡൽഹി ആണോ, അല്ലല്ലോ. അപ്പം നമുക്കറിയാം ഇതൊരു തെറ്റായ ഒരു പ്രൊപ്പോസിഷൻ ആണ്. എന്റെ പ്രൊപ്പോസിഷൻ എന്ന് പറയുന്നത് ഇതൊരു പ്രൊപ്പോസിഷൻ ആണ്. അതേസമയം ഇതിന്റെ ട്രൂത്ത് വാല്യൂ എന്ന് പറയുന്നത് ഫോൾസ് ആണ് അല്ലെ. ട്രൂത്ത് വാല്യൂ എന്ന് പറയുന്നത് ഫോൾസ് ആണ്. നെക്സ്റ്റ് വൺ, സം ഓഫ് ദ ആംഗിൾസ് ഓഫ് ട്രയാങ്കിൾ ഈസ് ഈക്വൽ ടു 360. ട്രയാങ്കിൾ എന്ന് പറഞ്ഞാൽ നമുക്കറിയാം എന്താണ് ട്രയാങ്കിൾ. ട്രയാങ്കിൾ എന്ന് പറഞ്ഞാൽ എന്താണ്, 3 സൈഡുള്ള ഒരു ക്ലോസ്ഡ് ഫിഗർ അല്ലെ. ഇതൊക്കെ നമുക്കറിയാം. ഇതെല്ലാം കൂടെ കൂട്ടിയാൽ 60 അല്ലെങ്കിൽ പല രീതിയിൽ നമുക്കറിയാം. എന്താണ് മട്ട ത്രികോണമാവാം, അങ്ങനെ എന്തെങ്കിലും തരത്തിലുള്ള ആവുമ്പോൾ എന്തായാലും മൊത്തം കൂട്ടി വന്നാൽ 180 ഡിഗ്രി ആവത്തുള്ളൂ. അതേസമയം ഇവിടെ പറയാം 360 ആണ്. അപ്പോ ഇവിടെ ഇതൊരു പ്രൊപ്പോസിഷൻ ആണ്. പക്ഷെ ഇതൊരു തെറ്റായ പ്രൊപ്പോസിഷൻ ആണ് അല്ലെ. അതായത് ഇതെന്താണ്, ഇതിന്റെ ട്രൂത്ത് വാല്യൂ എഫ് ആണെന്ന് പറയാൻ പറ്റും. മനസ്സിലായോ? അപ്പൊ നോക്കാം. ഫസ്റ്റ് വൺ എന്താണ്, എർത്ത് ഈസ് ഫ്ലാറ്റ് എന്ന് പറയുന്ന ഒരു പ്രൊപ്പോസിഷൻ ആണ്. എന്നാൽ അതിന്റെ ട്രൂത്ത് വാല്യൂ എഫ് ആണ് അല്ലെ. തെറ്റാണ് കാര്യം, പക്ഷെ അത് നമുക്ക് തെറ്റാണ് അല്ലെ ശരിയാണ് എന്ന് കറക്റ്റ് ആയിട്ട് പറയാൻ പറ്റുന്നുണ്ട് അല്ലെ. അതുകൊണ്ട് അതെന്താണ്, ആ സെന്റൻസ് പ്രൊപ്പോസിഷൻ ആണ്. ബി എന്ന് പറയുന്ന വാട്ട് എ ബ്യൂട്ടിഫുൾ ഡേ, നമുക്ക് അതൊരു പ്രൊപ്പോസിഷൻ അല്ല എന്ന് മനസ്സിലാക്കാനായിട്ട് പറ്റും. 2 ഈസ് എ പ്രൈം നമ്പർ. 2 എന്ന് പറയുന്ന ഒരു പ്രൈം നമ്പർ ആണെന്നാണ് പറഞ്ഞിരിക്കുന്നത്. ശരിയാണ്, 2 ഒരു പ്രൈം നമ്പർ ആണ്. അപ്പൊ ഇതൊരു പ്രൊപ്പോസിഷൻ ആണ്. അറ്റ് ദ സെയിം ടൈം ഇതിന്റെ ട്രൂത്ത് വാല്യൂ ട്രൂ ആണെന്ന് പറയാൻ പറ്റും. നെക്സ്റ്റ് ഡി എന്ന് പറയാം, എവരി ഓഡ് നമ്പർ ഈസ് പ്രൈം നമ്പർ. അപ്പോൾ നോക്കാം, എല്ലാ ഓഡ് നമ്പറും പ്രൈം നമ്പർ ആണ് എന്നൊരു സെന്റൻസ് ആണ്, സ്റ്റേറ്റ്മെന്റ് ആണ്, ഡിക്ലറേറ്റീവ് സെന്റൻസ് ആണ്. ഒരു കാര്യം വളരെ സ്പഷ്ടമായിട്ട് പറയുന്നുണ്ട്. പക്ഷെ എല്ലാ ഓഡ് നമ്പറും പ്രൈം നമ്പർ അല്ല നമുക്കറിയാം. പെർട്ടിക്കുലർ 9 എടുത്താൽ 9 വേറെ ഘടകങ്ങളും ഉണ്ട്. അപ്പൊ അതുകൊണ്ട് ഫാക്ടേഴ്സ് ഉണ്ട്. അതുകൊണ്ട് എന്താണ്, ഇതൊരു പ്രൊപ്പോസിഷൻ ആണ്. എന്നാൽ അതിന്റെ ട്രൂത്ത് വാല്യൂ ട്രൂ അല്ല, പകരം എന്താണ്, ഫോൾസ് ആണ്, എഫ് ആണ്. നെക്സ്റ്റ് വൺ, എക്സ് പ്ലസ് 2 ഈസ് ഈക്വൽ ടു 8. നമുക്കറിയാം എക്സ് എന്ന് പറയുന്ന ഒരു പെർട്ടിക്കുലർ വാല്യൂ ഇട്ട് കൊടുത്താൽ മാത്രമേ ഇതൊരു പ്രൊപ്പോസിഷൻ ആവത്തുള്ളൂ. അതുകൊണ്ട് ഇത് പ്രൊപ്പോസിഷൻ അല്ല. അടുത്ത ആൻസർ ദിസ് ക്വസ്റ്റ്യൻ. ഇതൊരു ക്വസ്റ്റ്യൻ ആണ്, ഒരു ഡിക്ലറേറ്റീവ് സെന്റൻസ് അല്ല. അതുകൊണ്ട് തന്നെ എന്താണ്, ഇതൊരു പ്രൊപ്പോസിഷൻ അല്ല. ന്യൂഡൽഹി ഈസ് ദ ക്യാപിറ്റൽ ഓഫ് കേരള എന്നാണ് പറഞ്ഞിരിക്കുന്നത്. ഇതൊരു പ്രൊപ്പോസിഷൻ ആണ്. കൃത്യമായിട്ട് പറയുന്നു എന്താണ് കാര്യമെന്ന്. പക്ഷെ ഇത് തെറ്റാണ്. ഇതിന്റെ വാല്യൂ എന്ന് പറയുന്നത് ഫോൾസ് ആണ് എന്ന് പറയാൻ പറ്റും. ലാസ്റ്റ് വൺ, ദ സം ഓഫ് ദ ആംഗിൾസ് ഓഫ് ട്രയാങ്കിൾ ഈസ് ഈക്വൽ ടു 360 എന്ന് പറയുമ്പോൾ നമുക്കറിയാം ട്രയാങ്കിൾസിന്റെ ആംഗിൾസ് എല്ലാം കൂടെ കൂട്ടിയാൽ എന്താണ് 360 ആണെന്നാണ് പറഞ്ഞിരിക്കുന്നത്. നമുക്കറിയാം ട്രയാങ്കിൾസിന്റെ ആംഗിൾസ് എല്ലാം കൂടെ കൂട്ടിയാൽ എന്താ 360 അല്ല, പകരം 180 ആണ്. അപ്പം ഇതൊരു പ്രൊപ്പോസിഷൻ ആണ്. പക്ഷെ ഇതിന്റെ ട്രൂത്ത് വാല്യൂ എഫ് ആണെന്ന് പറയാൻ പറ്റും. ഇതുപോലെ ക്വസ്റ്റ്യൻസ് നമുക്ക് എക്സാമിനൊക്കെ വരാറുണ്ട്. അതായത് 4 ഇയർ കോഴ്സ് ആണ്. നമുക്ക് അതില് ഫസ്റ്റ് സെമസ്റ്ററിൽ BCA അതുപോലെ ഗ്രൗണ്ട് റൂട്ട്സ് ഓഫ് മാത്തമാറ്റിക്സ് എന്ന് പറയുന്ന ഒരു പേപ്പർ ഉണ്ട്. അതിനകത്ത് നമുക്കറിയാം ഉള്ള ഒരു മൊഡ്യൂൾ, അതായത് അതിലെ ഫസ്റ്റ് മൊഡ്യൂളാണ് പ്രൊപ്പോസിഷൻ എന്ന് പറയുന്നത്. അതിനകത്തെ ഫസ്റ്റ് മൊഡ്യൂൾ ബേസിക് ലോജിക് എന്ന് പറയുന്ന കൺസെപ്റ്റ്. അപ്പോൾ അതിലുള്ള ഭാഗമാണിത്. ഇതുപോലുള്ള ക്ലാസ്സുകൾ നമ്മുടെ ചാനലിലൂടെ വരുന്നതാണ്. അപ്പം താല്പര്യമുള്ളവർ ഇത് ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. പിന്നെ അതുപോലെ മറ്റൊരു കാര്യം, ഈ പ്രൊപ്പോസിഷൻ ലോജിക്ക് നമുക്ക് പല ടെസ്റ്റുകൾക്കൊക്കെ ഉപകാരപ്പെടും. നെറ്റ് ഗേറ്റ് തുടങ്ങിയ സെറ്റുകൾക്കൊക്കെ ഇതേപോലെയുള്ള ക്വസ്റ്റ്യൻസ്, ഇതിൽ നിന്നൊക്കെ ക്വസ്റ്റ്യൻസ് വരാറുണ്ട്. അപ്പോൾ ഇത് പല രീതിയിൽ നമുക്ക് ഉപകാരപ്പെടുന്ന ഒന്നാണ്. അപ്പോൾ അടുത്ത ക്ലാസ്സിൽ നമുക്ക് കോമ്പൗണ്ട് പ്രൊപ്പോസിഷൻ എന്താണെന്ന് പഠിക്കാം. അപ്പോൾ കോമ്പൗണ്ട് പ്രൊപ്പോസിഷൻ എന്താണ്, ഇതിപ്പോ സിമ്പിൾ ജസ്റ്റ് പ്രൊപ്പോസിഷനും എന്താണെന്നും അതിന്റെ ട്രൂത്ത് വാല്യൂ എന്താണെന്നും അതിന്റെ എക്സാമ്പിൾസും ആണ് നമ്മൾ പഠിച്ചത്. അതേസമയം കോമ്പൗണ്ട് പ്രൊപ്പോസിഷൻ എന്താണെന്നുള്ള കാര്യം നമുക്ക് അടുത്ത വീഡിയോയിൽ കാണാം. അതുവരേക്കും ബൈ.